ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ചോദ്യം ആവർത്തിക്കുകയാണ്. നമ്മുടെ സിനിമാ ലോകം എവിടെ എത്തി നിൽക്കുന്നു? ഒരു ജനപ്രതിനിധിയായി ഇത്രയധികം ആരോപണ വിധേയനായ നടൻ മുകേഷിനെ ഇങ്ങനെ CPM സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നോക്കൂ, കേരളത്തിലെ സിനിമാ രംഗം എല്ലാവരാലും അപഹസിക്കപ്പെടുന്ന ഒരു വല്ലാത്ത ദുർഗതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അടക്കം പറച്ചിലുകൾ വളരെ നേരത്തെ ഉണ്ടായിരുന്നു. പലരെക്കുറിച്ചും ഒരുപാട് ആക്ഷേപങ്ങളും അടക്കിപ്പിടിച്ച പരാതികളും പുറത്തുണ്ടായിരുന്നു. സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നും സിനിമാ മേഖല ഇനി തിരിച്ചെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അധമമാണെന്നും സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് സത്യത്തിൽ ചില അധോലോക സംഘങ്ങളാണെന്നും അവരുടെ ഇംഗിതത്തിന് കൂട്ടുനിൽക്കാത്തവർക്ക് ഒരു കാരണവശാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അവരുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ജീവനെ പോലും അപകടപ്പെടുത്തിക്കൊണ്ടും അവരെ വരുതിക്ക് നിർത്താവുന്ന തരത്തിലേക്ക് ചീഞ്ഞഴിഞ്ഞ ദുർഗന്ധപൂരിതമാണ് കേരളത്തിലെ സിനിമാ രംഗം എന്ന് വളരെ നേരത്തെ ഉണ്ടായി. അതിന് ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ മുകളിൽ റെക്കോർഡ് കാലം അടയിരുന്ന ആ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ടോറയുടെ ബോക്സ് തുറന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കും. ആദ്യം ഗവൺമെന്റ് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ന്യായവാദങ്ങൾ മുൻപോട്ട് വെച്ചു. പരാതിക്കാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട പല ആളുകളും അതിന്റെ ആവശ്യമില്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വിസ്മരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് ഇപ്പോ തലം മാറിക്കഴിഞ്ഞു. നോക്കൂ, ഇപ്പോ കേരളത്തിലെ സിനിമാ രംഗത്തെയും നീതിന്യായ രംഗത്തെയും പിടിച്ചുലക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യം തന്നെ പരാതി വളരെ കൃത്യമായിട്ട് വന്നത് രഞ്ജിത്തിനെതിരെയാണ്. സമാനമായ ആരോപണം അദ്ദേഹം നേരിട്ടപ്പോൾ അദ്ദേഹം ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ രാജിവെപ്പിക്കേണ്ടി വന്നു. സമാനമായ സാഹചര്യമാണ് സത്യത്തിൽ മുകേഷ് നേരിടുന്നത്. മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരു സാധാരണ പൗരനിൽ നിന്നും വിഭിന്നമായി സമൂഹത്തിന് മാതൃകയാകണം. അദ്ദേഹം ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തണം. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട, സമൂഹത്തിന് മാതൃകയാകേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് അദ്ദേഹം പാലിക്കണം എന്നുള്ളതാണ്. ആ മൊറാലിറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ഇത് അദ്ദേഹം പറയുന്ന മാതിരി രാഷ്ട്രീയ പ്രേരിതമായ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഉണ്ടായതല്ല. നേരത്തെ സരിതയെ പോലെ, മേതിൽ ദേവികയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. സ്വന്തം ഭാര്യ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചും ഒന്നാമത്തെ ഭാര്യയും എനിക്ക് ഓർമ്മ രണ്ടാമത്തെ ഭാര്യയും ഒക്കെ ഏത് പശ്ചാത്തലത്തിലാണ് അവർ ആ ബന്ധം ഒഴിയേണ്ടി വന്നത് എന്നൊക്കെ അവർ പറയേണ്ടി വന്നു. അതൊക്കെ ഒരുപക്ഷെ നമുക്ക് കുടുംബജീവിതത്തിലെ താഴെപ്പിഴകളായിട്ട് നമുക്ക് തള്ളിക്കളയും. പക്ഷെ ചോദ്യം എന്താണ്? വളരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ റേപ്പ് ചെയ്യാൻ പോലും ഇദ്ദേഹം മടിച്ചിട്ടില്ല. റേപ്പാണ് കേസ്. ആദ്യം പരാതി വരട്ടെ എന്ന് പറഞ്ഞ ആളുകൾ പരാതി വന്നിരിക്കുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട നടപടികൾ മുമ്പോട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നത്, നേരത്തെ ഇവിടെ പലരും പറയുന്ന മാതിരിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം ഗുണ്ടാ സംഘങ്ങളെയും അക്രമികളെയും വ്യഭിചാരികളെയും അധോലോക സംഘങ്ങളെയും സംരക്ഷിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് ഈ പീഡനത്തിന് തീവ്രത അളക്കുന്നതിനുള്ള യന്ത്രം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ആക്രമിക്കാൻ വരുന്നവരെ സമാധാന സംരക്ഷണ പ്രവർത്തകരാക്കിയിട്ട് അവരെ മുദ്രകുത്തി. ഇപ്പോഴിതാ ഗത്യന്തരമില്ലാത്ത ഒരു ഗവൺമെന്റ് ഈ നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമ്പോഴും അവർ അമാന്തിച്ചിരിക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികത പുലർത്തേണ്ട, ഉന്നത മൂല്യങ്ങൾ പുലർത്തേണ്ട, ചാരിത്രശുദ്ധിയെ പോലെ അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട ആളുകൾ അവരിവിടെ സസുഖം വാഴുകയും കേരളത്തിലെ പൊതുരംഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള അപഹാസ്യമായ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്.